പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറം ഇടവകയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ശുദ്ധീകരണ സ്ഥലം ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥവ്യത്യാസങ്ങൾ നാം മനസ്സിലാക്കണം. ശുദ്ധി ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം ഇല്ലെന്ന് യാക്കോബായ സഭ വിശ്വസിക്കുന്നില്ല. നാം പിന്നാലെ പറയാതെ ഒരുവൻ്റെ മരണശേഷം അവൻ്റെ ആത്മാവ് പാതാളത്തിലോ പറുദീസയിലോ പോകുന്നു. യോഹന്നായുടെ ആ പുസ്തകത്തിൽ 2:2 യോഹന്നാ പാതാളത്തിൽ കിടന്ന് നിലവിളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് മത്സ്യത്തിൻ്റെ വയറ്റിൽ അവനായപ്പോഴേ പാതാളത്തിൽ പോയൊരു അനുഭവം അവനുണ്ടായിരുന്നു. പിന്നെ സങ്കീർത്തനങ്ങൾ നോക്കിയാലും നമുക്ക് പാതാളം എന്ന വാക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ആ വാക്യം ഓർക്കുന്നില്ല. അപ്പോൾ പാതാളമുണ്ട്. പറുദീസ എന്ന വാക്കും വേദപുസ്തകത്തിലുണ്ടല്ലോ. വലതുഭാഗത്തെ കള്ളനോട് അല്ലെങ്കിൽ നല്ല കള്ളനോട് നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലിരിക്കും എന്നാണ് പറഞ്ഞത്. സ്വർഗത്തിലിരിക്കും എന്ന് പറഞ്ഞില്ല. ഈ സ്വർഗവും നരകമൊക്കെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷമുള്ള അനുഭവങ്ങളാണ്. ഞാൻ പല പ്രാവശ്യത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കത്തോലിക്ക സഭയും മറ്റൊന്നും അവർ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ പറുദീസയിൽ പോകുമെന്നായിരിക്കും. ഇപ്പോൾ അവർ പറയുന്നു മഹാദുഷ്ടൻ നരകത്തിൽ പോയി തന്നെ ഇപ്പം തന്നെ പോകണം. അങ്ങനെ വിധിക്കാൻ നമുക്കെന്താ ചെയ്യാൻ? ന്യായവിധിക്ക് ശേഷമാണ് സ്വർഗവും നരകവും. അത് കർത്താവിന് വിട്ടുകൊടുക്കണം. യോഹന്നാൻ 14:3 പറയുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ രണ്ടാമത് വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. എവിടേക്ക് ചേർത്തുകൊള്ളണം? സ്വർഗത്തിലേക്ക്. ഇപ്പം തന്നെ സ്വർഗത്തിലില്ല. പരമാവധി ചെല്ലാവുന്ന പറുദീസയിലാണ്. അതാ മൂന്നാം സ്വർഗം എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 12 എന്ന് പറയുന്നുണ്ട്. മൂന്നാം സ്വർഗത്തോളം ഞാൻ എടുക്കപ്പെട്ടു, അത് പറുദീസയാണെന്ന് പറയുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ദണ്ഡന സ്ഥലം പാതാളമായിരിക്കും. അവിടെ നല്ലപോലെ ജീവിക്കുന്ന ആത്മാക്കളെ വേദന അനുഭവിക്കുന്നത് ഒരു സത്യമാണ്. ഞാൻ പറഞ്ഞ ശുദ്ധീകരണ സ്ഥലമുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നു പറയണം. വേദന അവരനുഭവിക്കുന്നുണ്ടാവും. പറുദീസയിലുള്ളവർ ആനന്ദത്തിലുമായിരിക്കും. പിന്നെ കത്തോലിക്ക സഭയും നമ്മളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, അവർ പറയുന്നത് അത് ദണ്ഡന സ്ഥലമാണ്. ഇതൊരു പരിധിവരെ സമ്മതിക്കാം. ദണ്ഡിപ്പിച്ച് ചിലർക്ക് 3 മാസം, ചിലർക്ക് 3 കൊല്ലം, ചിലർക്ക് 19 കൊല്ലം, ചിലർക്ക് 26 കൊല്ലം, ചിലർക്ക് 250 കൊല്ലം. അങ്ങനെ ദണ്ഡിപ്പിച്ച് ഉടനെ സ്വർഗത്തിലേക്ക് കൊണ്ടാണ്. ആ ദണ്ഡനകാലം കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് കൊണ്ടാണ്. ദണ്ഡനകാലം നിശ്ചയിക്കുന്നത് ആരാ? സഭയാണ്. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയാണ്. പല വീഡിയോകളും കണ്ടിട്ട്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. ചിലർക്ക് കുറച്ച് ദണ്ഡനമുള്ളൂ. ഇപ്പം അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ വിശ്രമിക്കുന്നത് ധനവാൻ കാണുന്നുണ്ട്. അപ്പോൾ ധനവാൻ യാതനാ സ്ഥലത്താണ്, യാതന അനുഭവിക്കേണ്ടവൻ. പക്ഷേ അതൊരു ദണ്ഡന സ്ഥലമായിട്ട് വേദോസ്തകത്തിലുണ്ടോല്ലോ എന്ന് എനിക്ക് സംശയം. ഒരച്ഛനും പ്രസംഗിക്കുന്നത്, ഒരു കത്തോലിക്ക അച്ഛനും പ്രസംഗിക്കുന്നത്, കുംഭസാരത്തിൽ കൂടി പാപമോചനം കിട്ടിയാലും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ശിക്ഷയൊന്നും അവന് മോചനമില്ലത്. പിന്നെന്തിനാ കുംഭസാരിക്കുന്നത്? ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടുക എന്ന് പറഞ്ഞാൽ പാപമോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുംഭസാരം. കുംഭസാരത്തിൽ പാപമോചനം കിട്ടും, പക്ഷേ ശിക്ഷയിൽ നിന്ന് അവൻ ഒഴിവാക്കുന്നില്ല. അത് അവൻ ഈ പാതാളത്തിൽ അല്ലെങ്കിൽ ദണ്ഡന സ്ഥലത്ത് കിടന്ന് അവൻ അനുഭവിക്കണം. അപ്പം എത്ര മാനസാന്തരപ്പെട്ട് മാമോദിസം ഇങ്ങിയാലും പാപമോചനം കിട്ടും, ശിക്ഷയിൽ നിന്ന് ഒഴിയില്ലെന്ന് പറഞ്ഞു. ശരിയായി മാനസാന്തരം നടത്തി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അച്ഛൻ നിർദ്ദേശിക്കുന്ന പ്രായശ്ചിത്വം നടത്തി മേലിൽ ആ പാപം ചെയ്യില്ലെന്ന് അവന് തീരുമാനമെടുത്താൽ പോലും അവനെ രക്ഷയില്ലെങ്കിൽ പിന്നെന്തിനാ കുമ്പസാരം?
കുമ്പസാരത്തിന് അർത്ഥമില്ല. ദണ്ഡവിമോചനം കൊടുക്കാൻ സഭയ്ക്ക് അധികാരമുണ്ടെന്ന് അദ്ദേഹം പറയണം. പാതാളത്തിൽ കിടക്കുന്ന ഒരു ആത്മാവിന് നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നല്ലാതെ മോചനം കൊടുക്കാൻ നമുക്ക് അധികാരമില്ല. ഒരു പട്ടക്കാരന് അധികാരമില്ല. പ്രാർത്ഥിക്കാം, കുർബാനയിൽ ഓർക്കാം, പ്രാർത്ഥിക്കാം. മോചിക്കേണ്ടത് കർത്താവാണ്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ പട്ടക്കാരോട് മോചിക്കാൻ അധികാരമുണ്ട്. എന്നാൽ പരലോകത്തിൽ മോചനം കൊടുക്കാനുള്ള അധികാരം പട്ടക്കാർക്കില്ല, സഭയ്ക്കില്ല. അപ്പം ഇങ്ങനെയാണെങ്കിൽ 250 കൊല്ലം കഴിഞ്ഞും ദണ്ഡനം കഴിഞ്ഞ് അവന് സ്വർഗം കിട്ടുമെങ്കിൽ പിന്നെ നരകം എന്നുള്ള ആ പ്രതിഭാസം ഇല്ല. പ്രതിഭാസം എന്ന് പറയണ്ട, നരകം എന്നുള്ളൊരവസ്ഥയില്ല. വിധിയൊക്കെ എവിടെ വെച്ച് കഴിഞ്ഞു. ലാസറിൻ്റെയും ധനവാന്റെ ഉപമയിൽ പറയുന്നത് യാതനാ സ്ഥലത്തിനും അബ്രാഹാമിൻ്റെ വടിക്ക് ഇടയിൽ വലിയൊരു ഗർത്തമുണ്ട്. അങ്ങോട്ട് വരാൻ പറ്റില്ല, ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നാണ് പറയണത്. പക്ഷെ കർത്താവിനൊന്നും സാധ്യമല്ലല്ലോ. കർത്താവിൻ്റെ ഇപ്പോൾ യാതനാ സ്ഥലത്ത് നിന്ന് ഒരു ആത്മാവിനെ അബ്രാഹാമിൻ്റെ വടിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വർഷവുമില്ല. പക്ഷെ കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അങ്ങനെ ആരെയും കൊണ്ടുപോയതായിട്ട് പറയാനുള്ള. അവൻ മരിച്ചതിന് ശേഷം അവൻ്റെ ആത്മാവ് എന്ന പാതാളത്തിൽ ചെന്ന് പ്രസംഗിച്ച് വിശ്വസിച്ചവരൊക്കെ, എല്ലാവരും വിശ്വസിച്ചു എന്നാ പറയും, അവരൊക്കെ അബ്രാഹാമിൻ്റെ വടിയിലേക്ക് അല്ലെങ്കിൽ പറുദീസയിലേക്ക് കൊണ്ടുപോയി നാം വിശ്വസിക്കുന്നു. രണ്ട് വേറെ തെളിവൊന്നും വേദപുസ്തകത്തിലില്ല. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ തുടർച്ചയാണ് സഭ. അതിൻ്റെ അടിസ്ഥാനത്തിൽ മരണശേഷവും ദണ്ഡവിമോചനം കൊടുക്കാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോഴും ഈ ശുദ്ധീകരണ സ്ഥലം അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. മറ്റൊരു രഹസ്യം, മറ്റൊരു തമാശയായിട്ട് പറഞ്ഞു. പലർക്ക് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ഞാൻ ദണ്ഡനസ്ഥലം എന്നെ കാണിച്ചു തന്നു, ഞാൻ കണ്ടു, നരകത്തിൽ കിടന്നവർ വിഷമിക്കുകയാണ്, അല്ലെങ്കിൽ പാതാളത്തിൽ കിടന്ന് വിഷമിക്കുകയാണ്, അല്ലെങ്കിൽ ദണ്ഡനസ്ഥലത്തിൽ വിഷമിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവർ കിടന്ന് നിലവിളിക്കുകയാണ്. തീയിലിരുന്ന് പൊള്ളാണ്, മറ്റേ പൊള്ളലേൽക്കുന്നില്ല. അത് ശരിയായിരിക്കും, പൊള്ളലേൽക്കില്ല. നിങ്ങൾ പട്ടുമെത്തേ കിടക്കുകയാണ്, ഞാനിവിടെ പൊള്ളലേറ്റ് കിടക്കുകയാണ്, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന ഇരിക്കുന്നൊക്കെ പറഞ്ഞ് പലർക്കും, സിസ്റ്റേഴ്സിന് മുതൽ ഫാദേഴ്സിന് മുതൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയണം. പക്ഷെ അത് വിശ്വസിക്കാൻ യാക്കോബായ സഭയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തേൽ മരിച്ചുപോയവരുടെ ആത്മാക്കൾ മാത്രമാണ് പാതാളത്തിൽ. ആ ആത്മാക്കൾക്ക് സ്വാഭാവിക ശരീരമുള്ള നമുക്ക് ആ ആത്മാക്കളെ കാണാൻ പറ്റില്ല. പിന്നെ വേറൊരു യുക്തി പറയാവുന്നത്, കർത്താവ് അവനൊരു സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ഒരു ആത്മീയ ശരീരം കൊടുത്തിട്ടുണ്ടെന്നാണ്. ശരിയായിരിക്കും, തെറ്റാണെന്ന് പറയുന്നത്. കാരണം കർത്താവിൻ്റെ മറുരൂപ സമയത്ത് മോശെ ഏലിയാവ് പ്രത്യക്ഷപ്പെട്ടത് പത്രോസ് കണ്ടു, ശരീരത്തോടുകൂടി കണ്ട. ആ ശരീരം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ അങ്ങനെ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കാം. ശരീരം, കാരണം ധനവാന്റെ ലാസറിൻ്റെ ഉപമയിൽ ധനവാൻ പറയുന്നുണ്ടല്ലോ, അവൻ്റെ വിരൽ വെള്ളത്തിൽ നോക്കി എൻ്റെ നാവിനൊന്ന് തൊടിയിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഒരു സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ ഒരു ആത്മീയ ശരീരം കൊടുക്കണമെന്ന് വിചാരിക്കാം. പക്ഷെ സത്യത്തിൽ അവൻ്റെ പഴയ ശരീരം സെമിറ്ററി കിടക്കാം. ആ ശരീരം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ തേജസ്കരണം പ്രാപിച്ചാണ് ശിക്ഷാവിധിയിൽ നിൽക്കേണ്ടത്. അതിനുശേഷമാണ് അവൻ ആ ശരീരത്തോടുകൂടി ശിക്ഷ അനുഭവിക്കേണ്ടത്. അതല്ല ശരി. ഇവിടെ ആത്മാവിന് മാത്രമേ ശിക്ഷയുള്ളൂ. ശരീരം സെമിറ്ററി കിടക്കുക, പിന്നെ ഒരു പുതിയ ശരീരം കൊടുത്ത് ഏലിയാവിനും മോശയ്ക്ക് കൊടുത്ത പോലെയുള്ള ഒരു ശരീരം ഇവിടെ കൊടുക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഏലിയാവിനും മോശയ്ക്കും ദൈവ ശരീരം കൊടുത്ത് ശിക്ഷ അനുഭവിക്കാനല്ല, പത്രോസിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം മരിച്ചുപോയ വിശുദ്ധന്മാർ കർത്താവിനോട് കൂടെയാണ്. കർത്താവ് വിളിക്കുമ്പോൾ അവർ വരാം. പറുദീസയിൽ കിടക്കുന്നവർ യേശുവിനോട് കൂടെയാണ്, അല്ലെങ്കിൽ യേശു വിളിക്കുന്നിടത്ത് അവർക്ക് വരാം. അതാണ് അതിൻ്റെ അർത്ഥം.
അല്ലാതെ കർത്താവ് ഒരു ആത്മീയ ശരീരം കൊടുത്തിട്ട് ഈ ആത്മീയ ശരീരത്തിൽ നീ ശിക്ഷ അനുഭവിച്ചോ വേദന അനുഭവിച്ചോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതിന് യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ കർത്താവ് ചെയ്യില്ല. ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ മുമ്പ് നിൽക്കേണ്ടതാകുന്നു. അതിനുശേഷമാണ് രക്ഷയും നരകമൊക്കെ ലഭിക്കുന്നത്. ഇപ്പം തന്നെ അത് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. യാക്കോബായ സഭ വിശ്വസിക്കുന്നത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 തീമോഥെയോസ് 1:18 പൗലോസിലെയോ പൗലോസിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കേണ്ടത് അത് നോക്കിയാൽ അറിയാം. മരിച്ചവരും ജീവനോട് കൂടിയിരിക്കുന്നെങ്കിൽ സഭയാവുള്ളൂ. കർത്താവിൻ്റെ ഭൗതിക ശരീരത്തിൽ അംഗങ്ങളാണ് മരിച്ചവരും ജീവനുള്ളവരും. അവരൊരുമിച്ച് ഐക്യത്തിലാണ്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചേ പറ്റും. എത്ര ദിവസം പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം? ഇപ്പോൾ ദണ്ഡവിമോചനം കിട്ടാൻ 10 ആകാശുൾഭാവയും 10 തന്മറിഞ്ഞു പറയാവും ഒരു തൃത്വസ്തുതിയും ചൊല്ലിയാൽ ദണ്ഡമോചനം കിട്ടും. അല്ലെങ്കിൽ കുർബാനയെ സംബന്ധിച്ചാൽ മതി, അല്ലെങ്കിൽ കുരിശിൻ്റെ വഴിയിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ദണ്ഡവിമോചനം കൊടുക്കാൻ സഭയ്ക്ക് അധികാരമില്ല. പ്രായശ്ചിത്തപ്പെട്ടകാരം കൽപ്പിക്കും, അത് ചെയ്യാം. പക്ഷെ അത് ചെയ്താലും ശിക്ഷ ചെയ്ത് ഒഴിവില്ലാത്തല്ലോ പറയണേ. പിന്നെ പാതാളം ചെന്ന ആത്മാക്കൾക്ക് ശിക്ഷ ചെയ്ത് മോചനം കൊടുക്കാൻ നമ്മളാരാണ്? അപ്പം അത് ഒരു തരത്തിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. ചിലർ മരിച്ച് സ്വർഗത്തിൽ പോയവർ തിരിച്ചു വന്നിട്ടുണ്ട്, നരകത്തിൽ പോയവർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സൈക്കോളജിക്കലി അത് ചിലപ്പോൾ ശരിയായിരിക്കാം, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ അബ്രഹാം ലാസർ ധനവാനോട് പറഞ്ഞത്, നിൻ്റെ ചേട്ടനും അനിയനൊക്കെ ന്യായപ്രമാണമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേദോസമുണ്ട്, അവരത് നോക്കി വിശ്വസിക്കട്ടെ. അത് വിശ്വസിക്കാത്തവൻ, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവർ പറയുന്നത് വിശ്വസിക്കാത്തവൻ മരിച്ച ഒരാൾ അങ്ങോട്ട് ചെന്നാലും പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് പറയാം. അതാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ദണ്ഡവിമോചനം കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും നരകത്തിൻ്റെ ആ അവസ്ഥയില്ല. എത്ര മഹാഭാവിയാണെങ്കിലും അവൻ ഇപ്പോൾ നരകത്തിൽ പോകുന്നില്ല. അവൻ ദണ്ഡന സ്ഥലത്ത് കിടന്ന് കൊല്ലങ്ങളോളം ദണ്ഡന അനുഭവിച്ച് ആ ദണ്ഡനകാലത്തിൻ്റെ പൂർത്തി വരുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ പർദീസയിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെ നരകമില്ല. അവിടെ നരകത്തിൽ നിന്നുള്ളൊരവസ്ഥയില്ല. അതിനെപ്പറ്റി പഠിപ്പിക്കുന്നത് തന്നെ തെറ്റാണ്, അങ്ങനെ വിശ്വസിക്കുന്നവർ. അപ്പോൾ ഞാൻ പറയുന്നത് അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിലേ ഉള്ളൂ, മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, കുർബാനയിൽ ഓർക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണം. വേദോത്സവം വായിക്കുന്നതും 10 പ്രാവശ്യം സ്വർഗസ്നായ പിതാവേ ചൊല്ലുന്നു, കൃപ പറഞ്ഞു പറയുമ്പോൾ കൂടുതൽ എഴുതുന്നു, ഒന്നും തെറ്റല്ല. അത് എത്ര വേണമെങ്കിലും ചൊല്ലാം. നമ്മുടെ കൗമായിൽ തന്നെ എത്ര പ്രാവശ്യം ഉണ്ടത്? 7 കൗമാ പ്രാർത്ഥന വരുമ്പോഴും നമ്മൾ കൗമ എത്ര പ്രാവശ്യം ഇരുന്ന്, സ്വർഗസ്നായ എത്ര പ്രാവശ്യം ഇരുന്ന്, കൃപ പറഞ്ഞു പറയുമ്പോൾ എത്ര പ്രാവശ്യം ഇരുന്ന്, വിശ്വാസ പ്രമാണം ചൊല്ലുന്നില്ലേ? ദാനധർമ്മങ്ങൾ യാതൊന്നും തെറ്റല്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം ആ മരിച്ചവർക്ക് ഇപ്പോൾ കിട്ടിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു തെളിവ് വേദോസത്തിലില്ല. 3 കൊല്ലം പ്രാർത്ഥിച്ചാൽ മതി, 40 കൊല്ലം പ്രാർത്ഥിച്ചാൽ മതി, അപ്പോഴേക്കും അവൻ ദണ്ഡവിമോചനം നേടി സ്വർഗത്തിലേക്ക് പോയി എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെയൊക്കെ ഫലം കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ നമുക്കറിയാൻ പറ്റുള്ളൂ. നമ്മൾ നമ്മുടെ ശത്രുവിനായിട്ടിട്ടോ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടോ പ്രാർത്ഥിച്ചത് അതിൻ്റെ ഫലം അവന് കിട്ടിയില്ലെന്നുള്ളത് കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ ന്യായവിധിയിൽ അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ പ്രാർത്ഥിച്ചതിനുള്ള ഫലം അവർക്ക് കിട്ടിയെന്ന്. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് പാതാളമാണെങ്കിൽ നമുക്ക് വിരോധമില്ല. പക്ഷെ അവിടെ കിടന്ന് ദണ്ഡന അനുഭവിക്കുന്നുണ്ടാവും. ഓരോരുത്തരുടെയും പ്രവർത്തിക്കനുസരിച്ചുള്ള ഫലം അവരനുഭവിക്കുന്നുണ്ടാവും. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലേ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഓരോരുത്തർക്കും ഓരോ നിരയുണ്ട്. അപ്പം ആ നിരയെ പറ്റി ഇവരൊന്നും പറയുന്നില്ല കേട്ടോ, സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറയണോ.
പ്രാർത്ഥിക്കുക മരിച്ചവർക്ക് വേണ്ടി. അത് വളരെ മസ്റ്റാണ്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവർ നമ്മുടെ ശരീരത്തിലെ കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. നമ്മൾ കാലാടികൾ അവർ കൈയാണ്ട് തുറന്നോളും. ഇപ്പം കൈയിനും കാലിനോട് ഒരു വിരോധമില്ല, വിരോധം കാണിക്കാനും പാടില്ല. കാലിനൊരു വേദന വരുമ്പോൾ കൈ കൊണ്ട് ചെയ്യാവുന്ന ആ വേദന നിർത്താനായിട്ടുള്ള കൈ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഫലം കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം കർത്താവിനൊന്നും അസാധ്യമല്ലെന്നേ. പക്ഷെ 1 മാസം 2 മാസം 3 മാസം 40 ദിവസവും അല്ലെങ്കിൽ 250 കൊല്ലവും അങ്ങനെ ഒരു പീരീഡ് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റി പഠിപ്പിക്കാത്തതും. ബസ്ഫുർഖാന അതിനെപ്പറ്റി നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുന്നു, ഫലം ദൈവം തമ്പുരാൻ കൊടുക്കും. അത് അവസാനമാണ് അതിൻ്റെ ഫലം കിട്ടുന്നത്. ഇടയ്ക്ക് വെച്ച് പാതാളത്തിൽ നിന്ന് പരദീസയിലേക്ക് കൊണ്ടുപോകുന്നത് സഭ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.